ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. KTU S2കാർക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ ഏത് മോഡ്യൂളാണ്? 4th മോഡ്യൂളാണ്. അപ്പോൾ 4th മോഡ്യൂളിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ സൊല്യൂഷൻ ആൻസർ ചെയ്യാൻ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നോക്കിയേ, 4th മോഡ്യൂൾ എന്ന് പറയുമ്പോൾ 7th and 8th ക്വസ്റ്റ്യൻ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് പാർട്ട് എയിലുള്ളത്. അതിൽ 7th and 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോഡ്യൂൾ 4 റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതിനകത്ത് നോക്കി, ഫൈൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to - t into sin h4t. നമുക്കറിയാം അത് ചെയ്യാനായിട്ട് അല്ലേ. അപ്പം 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻ ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1/s into s² plus a. ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്നേ പറഞ്ഞിട്ടുള്ളൂ, യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടില്ല, കൺവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടില്ല, എന്ത് മെത്തേഡ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ 4th മോഡ്യൂൾ എന്ന് പറയുന്നത്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ക്യാപിറ്റൽ F of s is equal to 2 into e raised to - s minus e raised to - 3s by s² - 4. അപ്പോൾ അതും ഏത് ടൈപ്പാണെന്നൊന്നും അവർ പറയുന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് യൂസ് ചെയ്ത് ചെയ്യേണ്ട പ്രോബ്ലം ആണെന്ന്. ഓക്കെ, നമുക്കത് ഞാൻ ആൻസർ കീ പറയുമ്പം ഡിസ്കസ് ചെയ്യാം. എന്തായാലും അത് 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ എഴുതുന്നതിന് നമുക്ക് ഓരോ മാർക്ക് വീതം കിട്ടും. ഓക്കെ, അപ്പോൾ അത് 17ൽ A പാർട്ടായിട്ട് കിടക്കുന്നത്. അതിൻ്റെ B പാർട്ട് എന്ന് പറയുന്നത്, ഓക്കെ, 17B പാർട്ട് എന്ന് പറയുന്നത്, solve the differential equation y double dash plus 16y is equal to 4 into delta t minus 3 pi. Unit step function വന്നു അല്ലേ ഇവിടെ. Given y of 0 is equal to 2, y dash of 0 is equal to 0 using Laplace transform. അപ്പോൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് പറ്റും എന്ന് പറഞ്ഞു. ഞാൻ പഠിപ്പിച്ചപ്പോൾ എടുത്ത് പറഞ്ഞതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതിനകത്ത് നിന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അവർ ഈക്വൽ ടു കഴിഞ്ഞിട്ട് ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനും വരുന്നുണ്ട് ഇതിനകത്ത്, ലാപ്ലാസ് ട്രാൻസ്ഫോം ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ആപ്ലിക്കേഷനും വരുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ക്വസ്റ്റ്യൻ ആയത്. ഇതൊരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ആഡ് ചെയ്തേക്കുവാണ് അവർ. അപ്പം ഞാൻ പറഞ്ഞ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്വസ്റ്റ്യൻ ദേ വന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ തന്നെയാണ്. f of t എന്ന് പറയുന്നുണ്ട്, വേർ f of t is equal to t for 0 less than t less than 1 and 0 for t greater than 1 എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതും യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യേണ്ടി വരും. യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഇനിഷ്യൽ കണ്ടീഷൻസ് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, അതൊരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർ പാർട്ടാണ് ഇവിടെ 17AB ഓർ 18ൽ വന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത B എന്ന് പറഞ്ഞ അതിൽ കിടക്കുന്നത്, അപ്ലൈ കൺവല്യൂഷൻ തിയറം ടു ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ്. അപ്പോൾ അവർ എടുത്ത് പറയുന്നുണ്ട് കൺവല്യൂഷൻ തിയറമാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ഇതിൻ്റെ സൊല്യൂഷനാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. 7th ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to - t into sin h4t. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to - t into sin h4t ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. e raised to at into f of t എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി എഴുതിയിട്ട് ബാക്കി നമ്മൾ പ്രോബ്ലം ചെയ്യുന്നുള്ളൂ. എന്തുവാ അത്? e raised to at into f of t എന്ന് പറയുമ്പോൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് f of t ചെയ്താൽ മതി. എന്നിട്ട് ആ കിട്ടുന്ന ആൻസർ s is equal to s minus c എന്ന് കൊടുക്കണം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to -t into sin h4t. f of tയുടെ സ്ഥാനത്ത് sin h4t. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് f of t എന്ന് പറയുന്നത് ഇവിടെ sin h4t ആണ്. എന്നിട്ട് ആ കിട്ടുന്ന ആൻസർ ലെസിൻ്റെ സ്ഥാനത്ത് എന്താ കൊടുക്കേണ്ടത്? s minus a. മൈനസ് എ എന്ന് പറയുന്നത് ഇവിടെ -1 ആണ് കേട്ടോ. ഇവിടെ എയുടെ സ്ഥാനത്ത് ഇവിടെ മൈനസ് കിടക്കുന്നത്. സോ a is equal to -1 വരുമ്പോൾ ഇത് a plus 1 എന്ന് വരും. ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് sin h4t എന്തുവാണ്? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് sin h8 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? a/s² plus a² ആണോ -a² ആണോ? a/s² -a² ആണെന്ന് നമുക്കറിയാം അല്ലേ. നമ്മളപ്പോൾ അത് പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ ഫോമിൽ നമ്മളവിടെ അപ്ലൈ ചെയ്യുവാണ്, s² - a² എന്നുള്ള ഫോമിൽ. അപ്പോൾ ഞാൻ എടുത്ത് പറയുന്നുണ്ട്, സൈനോ കോസോ വരുമ്പോൾ നമ്മൾ പ്ലസ് ആണ്, പക്ഷേ എച്ച് വരുമ്പോൾ ഇവിടെ എപ്പോഴും എന്താ വരേണ്ടത്? മൈനസാണ് വരേണ്ടത്. സോ ദിസ് ഈക്വൽ ടു ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇവിടുത്തെ a എന്ന് പറയുന്നത് 4 ആണ്. സോ 4/s² - 4ൻ്റെ സ്ക്വയർ 16, വേർ s is equal to s plus 1. ഇനി എസിൻ്റെ സ്ഥാനത്ത് s plus 1 കൊടുക്കുമ്പം 4/s plus 1 the whole square minus 16. ആൻസർ കംപ്ലീറ്റ് ആയി. ഇവിടെ വെച്ച് വേണമെങ്കിൽ നിർത്താം. ഇനി ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വെച്ച് ആൻസർ നിർത്തിയാൽ ഫുൾ മാർക്ക് തന്നെയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ 4/s plus 1 the whole square s² plus 2s plus 1 -16 കൂടെ അത് -15 ആവും. ഇങ്ങനെ എഴുതി നിർത്തിയാലും നമുക്ക് ഫുൾ ആൻസർ മാർക്ക് കിട്ടും. ഓക്കെ, ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? നമ്മുടെ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 മാർക്ക് കിട്ടും.
ഇനി സൈൻ H14 ആൻസർ കറക്റ്റായിട്ട് എഴുതുമ്പോൾ 1 മാർക്ക് കിട്ടും. എസിൻ്റെ സ്ഥാനത്ത് S+1 കൊടുത്ത് ആൻസർ എഴുതുമ്പോൾ 1 മാർക്ക് കിട്ടും. ഇങ്ങനെയായിരിക്കും നമ്മുടെ 3 മാർക്ക് ക്വസ്റ്റിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1/s ഇൻറ്റു S²+A². എന്ത് മെത്തേഡ് എന്ന് അവർ പറയുന്നേ ഇല്ല. നമുക്ക് വേണമെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാം, കൺവല്യൂഷൻ യൂസ് ചെയ്യാം, ഇനി വേറെ ഫോമിൽ എന്തെങ്കിലും അറിയാമെങ്കിൽ അതും അപ്ലൈ ചെയ്യാം. ഞാൻ കൺവല്യൂഷൻ യൂസ് ചെയ്ത് ചെയ്യട്ടെ. വേണമെങ്കിൽ നിങ്ങൾക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാൻ ചെയ്യാവേ. അപ്പോൾ കൺവല്യൂഷൻ യൂസ് ചെയ്താണ് ചെയ്യണമെങ്കിൽ ഇതിന് L ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു S²+A² എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? L ഇൻവേഴ്സ് ഓഫ് 1/s സ്റ്റാർ L ഇൻവേഴ്സ് ഓഫ് 1/S²+A² എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് ഞാൻ കൺവല്യൂഷൻ യൂസ് ചെയ്തത്? എനിക്ക് എസിനും 1/sനും ഫോമുല അറിയാം, 1/S²+A² ഫോമുല അറിയാം, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഫോമുല അറിയാം. അങ്ങനെ ഫോമുല അറിയാവുന്ന പ്രോബ്ലം ആണെങ്കിൽ എനിക്ക് കൺവല്യൂഷനാണ് പ്രോബ്ലം ചെയ്യാൻ ഈസി കുറച്ചുകൂടെ. അതുകൊണ്ടാണ് ഞാൻ കൺവല്യൂഷൻ ഓപ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇനി പാർഷ്യൽ ഫ്രാക്ഷനാണ് ഇഷ്ടമെങ്കിൽ ഈ 1/s ഇൻറ്റു S²+A² ആദ്യം എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? A/s പ്ലസ് BS പ്ലസ് C/S²+A² എന്ന് സ്പ്ലിറ്റ് ചെയ്യണം. എന്നിട്ട് അവിടെ എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന ആൻസർ വെച്ചിട്ട് ബാക്കി ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഡയറക്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി അതനുസരിച്ച് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പം L ഇൻവേഴ്സ് ഓഫ് 1/s എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്തുവാണ്? 1/s. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 സ്റ്റാർ L ഇൻവേഴ്സ് ഓഫ് 1/S²+A² എന്ന് പറഞ്ഞാൽ sin AT/A അല്ലേ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ F(t)യും F സ്റ്റാർ G എന്ന് എടുക്കാം നമുക്ക്. അല്ലെ, ഇഷ്ടമുള്ള ആളെ നിങ്ങൾ എന്ത് ചെയ്യുക? F എന്ന് എടുക്കുക, മറ്റേ ആളെ G എന്ന് എടുക്കുക. ഞാൻ ആദ്യത്തെ ആളെ എന്ത് ചെയ്യുക? നമ്മൾ ഇങ്ങനെ ഫോമുല വന്ന അടുത്ത ഇൻ്റഗ്രൽ 0 to t F ഓഫ് u ഇൻറ്റു G ഓഫ് t മൈനസ് u du എന്നല്ലേ നമ്മുടെ കൺവല്യൂഷൻ്റെ ഫോമുല. അപ്പോൾ ആ ഫോമുല ഞാനിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണേ. ദിസ് ഇസ് ഈക്വൽ ടു, ഞാൻ ആദ്യത്തെ ആളെ sin AT എന്ന് എടുക്കുവാണ്. ഇൻ്റഗ്രൽ 0 to t sin AU/A ഇൻറ്റു G ഓഫിൻ്റെ സ്ഥാനത്ത് 1 അല്ലേ, അപ്പോൾ 1 ഇൻറ്റു DU ദാറ്റ് ഈസ് ഈക്വൽ ടു 1/A ഇൻറ്റു സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് AU/A ലിമിറ്റ് ഈസ് ഫ്രം 0 to t. എനെ കൂടി അങ്ങ് പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ മൈനസ് 1/A² പുറത്ത് വരും. ഈ മൈനസും കൂടി ചേർത്ത് എടുത്തതാണ്. അകത്ത് കോസ് AT മൈനസ് കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ദിസ് ഈക്വൽ ടു 1 മൈനസ് കോസ് AT, ആ മൈനസ് അകത്തേക്ക് കൊടുത്താണ് ദ ഹോൾ ബൈ A² എന്നാണ് എനിക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇത് ഡയറക്റ്റ് ഈ മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്കും. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇത് തന്നെ ആൻസർ കിട്ടും. എനിക്ക് കുറച്ചുകൂടി എളുപ്പം 1/s കണ്ടപ്പോഴേ എൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം 1 ആണ്, ഇത് ചെയ്യാൻ കൺവല്യൂഷനാണ് ഈസി എന്ന് തോന്നിയിട്ടാണ് ഞാൻ കൺവല്യൂഷൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ ഈ മെത്തേഡ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ബാക്കി പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ആൻസറിലോട്ട് എത്തിയാൽ മതി. Find inverse Laplace transform of capital F of s is equal to 2 into e raised to minus s minus e raised to minus 3s the whole by s² minus 4. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ 17th ക്വസ്റ്റ്യൻ, SA ക്വസ്റ്റ്യൻ ആണ്, അല്ല A പാർട്ടാണ്. അപ്പോൾ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കാം, നമുക്ക് ഈ ക്യാപിറ്റൽ F of s നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ എഴുതിക്കോട്ടെ. ദിസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ബൈ S² മൈനസ് 4 എന്നും ഈ 2യുടെ അകത്തേക്ക് വന്നാൽ മൈനസ് 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3s ബൈ S² മൈനസ് 4 എന്നും ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി നോക്കിക്കേ, നമുക്കൊരു ഫോമുല ഉണ്ട്. എന്തുവാ ഫോമുല? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് F ഓഫ് t മൈനസ് A ഇൻറ്റു U ഓഫ് t മൈനസ് A ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് AS ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് F ഓഫ് t. ഈ കൂടെയുള്ള ആളുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫോമുലയില്ലേ. ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുവാണെങ്കിൽ, ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുവാണെങ്കിൽ ഇങ്ങനെ വരും. F ഓഫ് t ഈസ് ഈക്വൽ ടു, ഇത് തിരിച്ചിങ്ങോട്ട് വരില്ലേ, L അപ്പുറത്തേക്ക് പോകുമ്പോൾ L ഇൻവേഴ്സ് ഓഫ് എന്നുള്ള രീതിയിൽ വരത്തില്ല. ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്ത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ആ തരത്തിൽ ഞാനിപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നു. ക്യാപിറ്റൽ F ഓഫ് s എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫംഗ്ഷനെ എനിക്ക് F ഓഫ് t ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് 2 into e raised to minus s by S² minus 4 minus of 2 into e raised to minus 3s by S² minus 4 എന്ന് ഞാൻ എഴുതി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പം 2 into L ഇൻവേഴ്സ് ഓഫ് e raised to minus s by S² minus 4 മൈനസ് 2 into L ഇൻവേഴ്സ് ഓഫ് e raised to minus 3s by
എസ് സ്ക്വയർ മൈനസ് 4. അതായത് ഇതേപോലെ ഫംഗ്ഷൻ വന്നേക്കുന്നത് ഇ റേസ് ടു മൈനസ് ഇതിനെ ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടിയുടെ മീനിങ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നുള്ള ഫോമിലുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു എന്തുവാണ് ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഈ ഇ റേസ് ടു മൈനസ് എ എസിൻ്റെ പവർ എന്തുവാണോ അതാണ് യു ഓഫ് ടി മൈനസ് ചെയ്തിരിക്കുന്നത് ഇൻറ്റു കൂടെയുള്ള ഫംഗ്ഷൻ്റെ എഫ് ഓഫ് ടി മൈനസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിനെ ഞാൻ ദിസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് എന്നുള്ളതിനെ യു ഓഫ് ടി മൈനസ് 1 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ മൈനസ് 4 എന്ന് എഴുതി. അതുപോലെ -2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3 ഇൻറ്റു ഇവിടെ ഇ റേസ് ടു മൈനസ് 3s എ എന്ന് പറഞ്ഞാൽ -3 അല്ലേ, അതുകൊണ്ടാണ് യു ഓഫ് ടി മൈനസ് 3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ മൈനസ് 4. മറന്നു പോരുത്, എഫ് ഓഫ് ടി മൈനസ് എന്ന യു ഓഫ് ടി എന്താണോ വരുന്നത് അത് തന്നെയാണ് അവിടെയും വരേണ്ടത്. സോ ദിസ് ഈക്വൽ ടു 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ എച്ച് എ ടി ബൈ എ ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരേണ്ടത്? സൈൻ എച്ച് എ എന്ന് പറയുന്നത് ഇവിടെ എന്തുവാണ്? 2 ആണ്. 2 ടിയുടെ സ്ഥാനത്ത് ടി മൈനസ് 1 ദ ഹോൾ ബൈ 2 മൈനസ് ഓഫ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3. ഇതും എങ്ങനെയാണ് വരേണ്ടത്? സൈൻ 2h ടി മൈനസ് 3 ദ ഹോൾ ബൈ 2. ഈ ഫോമുല അനുസരിച്ച് ഈ 2 ക്യാൻസൽ എടുത്ത് 2 ക്യാൻസൽ ആയി. സോ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. ഇത് ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുവാണ്. അപ്പോൾ ഇതിൽ ഓരോ സ്റ്റെപ്പിനും നമുക്ക് മാർക്ക് കിട്ടുന്ന ഓർക്കുക. സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എൽ ഇൻവേഴ്സ് എഴുതുന്നത് അതിൽ ഓരോ സ്റ്റെപ്പും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കുഞ്ഞു ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്കിതിപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമുക്ക് 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ അവിടെ ഓരോ സ്റ്റെപ്പിനും ഓരോ മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. Next question, solve differential equation y double dash plus 16y is equal to 4 into delta t minus 3 pi given y of 0 is equal to 2 and y dash of 0 is equal to 0 using Laplace transform. Okay, നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുന്നതിന് മുമ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങളുടെ 17th ക്വസ്റ്റ്യൻ ബി പാർട്ടാണ്. നമ്മൾ ആദ്യം ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്ത് എഴുതുകയാണ്. y ഡബിൾ ഡാഷ് പ്ലസ് 16y is equal to 4 into delta ടി മൈനസ് 3 പൈ. ഡെൽറ്റ ടി മൈനസ് 3 പൈ എന്നൊരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനാണോ ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷനാണോ? ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷനാണ്. നമുക്കറിയാം ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ടി മൈനസ് എ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ എസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടി ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, രണ്ട് സൈഡിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം കൊടുക്കുക. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് വൈ ഡബിൾ ഡാഷ് പ്ലസ് 16 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് വൈ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ടി മൈനസ് 3 പൈ. ഇനി ശ്രദ്ധിക്കണേ, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് വൈ മൈനസ് എസ് ഇൻറ്റു വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് ഓഫ് 0 പ്ലസ് 16 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് വൈ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ്. അടുത്ത വൈ ഓഫ് 0 ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? 2 എന്നാണ് തന്നിരിക്കുന്നത്. വൈ ഡാഷ് ഓഫ് 0 0 അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇതെങ്ങനെ വരും? എൽ ഓഫ് വൈ ഉള്ള ടേം കോമൺ ആയിട്ട് എടുത്താൽ എസ് സ്ക്വയർ പ്ലസ് 16 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് വൈ മൈനസ് 2s ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ്. ഓർ എസ് സ്ക്വയർ പ്ലസ് 16 ഇൻറ്റു Laplace transform of y is equal to 4 into e raised to minus as plus 2s എന്ന് വന്നു. Therefore Laplace transform of y എന്താ? 4 into e raised to minus as by s square plus 16 plus 2s by s square plus 16 എന്ന് എഴുതി. നമ്മുടെ y എന്ന് പറഞ്ഞാൽ എന്തുവാ? L ഇൻവേഴ്സ് ഓഫ്, ഞാൻ 4 മാറ്റി നിർത്തുവാണേ, ഇൻറ്റു ഇ റേസ് ടു മൈനസ് as by s സ്ക്വയർ പ്ലസ് 16 ഇവിടെ ആണെങ്കിലോ പ്ലസ് 2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 16 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ലാപ്ലാസ് ട്രാൻസ്ഫോം എൽ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു യു ഓഫ് ടി മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് എ എന്ന് നമുക്കറിയാം അല്ലേ? അപ്പം നോക്കിക്കേ, 4 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസിന് നമുക്ക് യു ഓഫ് ഇ റൈസ് ടു മൈനസ് എ എസ് നമ്മുടെ ക്വസ്റ്റ്യന് ഡെൽറ്റ മൈനസ് 3 പൈ ആയിരുന്നേ. ഞാൻ എഴുതിയപ്പോൾ ഈ ഫോമുല നോക്കിയിട്ട് 3 പൈ എസ് എന്നാണ് വരേണ്ടത്. ഇവിടെയും 3 പൈ എസ് എന്നാണ് വരണേ. 3 പൈ എസ് 3 ഉണ്ട്. അപ്പം ഇവിടെ മൈനസ് 3 പൈ നടക്കും. അപ്പോൾ യു ഓഫ് ടി മൈനസ് 3 പൈ ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ
എസ് സ്ക്വയർ പ്ലസ് 16 ഈ 4 ഉടങ്ങ് മുകളിലേക്ക് ഇടുവാണെങ്കിൽ 4/s സ്ക്വയർ പ്ലസ് 16 പ്ലസ് 2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 16 എന്തുവാണ് കോസ് 4t. ആ പാർട്ട് കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു യു ഓഫ് ടി മൈനസ് 3π ഇൻറ്റു ഇത് സൈൻ എന്തുവാണ് സൈൻ 4t ആണ്. അപ്പം സൈൻ 4 ടിയുടെ സ്ഥാനത്ത് എന്താ വരേണ്ടത്? ടി മൈനസ് 3π പ്ലസ് 2 കോസ് 4t. ഇതൊരു എസ് എ ക്വസ്റ്റ്യൻ ആണ്, 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഒത്തിരി ഈസിയാണ്. അപ്പോൾ നമ്മുടെ 17th ക്വസ്റ്റ്യനിൽ എ പാർട്ടും ബി പാർട്ടും ഒത്തിരി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നത് അല്ലേ. അപ്പം ഇത് ഡയറക്റ്റായിട്ട് ഓർമ്മിക്കുക. നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഇപ്പോഴത്തെ സൈഡ് ഡെൽറ്റ എന്നാണ് കിടക്കുന്നതെങ്കിൽ അത് എന്തുവാണ്? ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ ആണ്. സപ്പോസ് ഇവിടെ 4 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3π എന്നായിരുന്നെങ്കിലോ, എങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തുവാണ്? 4 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം വരുമ്പം നമുക്കറിയാം യു ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്നതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തുവാ? ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എസ് ആ. എങ്കിൽ ഇവിടെ വരേണ്ടത് ഇ റേസ് ടു മൈനസ് 3πs ബൈ എസ് എന്ന് വരുമായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഡെൽറ്റ ആണോ യു ആണോ സിമ്പലിൽ കിടക്കാൻ നോക്കുക. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് എഫ് ഓഫ് ടി ആണ്. അപ്പോൾ അതിന് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനിലേക്ക് ചേഞ്ച് ചെയ്തിട്ടാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനിൽ ചേഞ്ച് ചെയ്യുന്ന പ്രോബ്ലം ചോദിക്കാം. ഡയറക്റ്റ് ഡെൽറ്റ ഫംഗ്ഷൻ വരുന്ന ക്വസ്റ്റിനും നമുക്ക് എക്സാമിന് ചോദിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട്. ഇത് രണ്ടും കൂടി അപ്ലൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. ഇത് യൂണിവേഴ്സിറ്റി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Solve differential equation y double dash plus 3y dash plus 2y is equal to f of t, where f of t is equal to 0 less than t less than 1 and 0 for t greater than 1 using Laplace transform. Given y of 0 is equal to 0 and y dash of 0 is equal to minus 1. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ 18th ക്വസ്റ്റ്യൻ എ പാർട്ടാണ്. ഇവിടെ നോക്കിയാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. ബട്ട് ഈക്വൽ ടു എഫ് ഓഫ് ടി എന്നാണ് തന്നിരിക്കുന്നത്. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ t for 0 less than t less than 1 and 0 for t greater than 1. അപ്പം യൂസിങ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, നമ്മുടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഇങ്ങനൊരു ഫോമുലയിൽ നമുക്ക് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി ഫോർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ബി ആൻഡ് 0 അതർവൈസ് ആണെങ്കിൽ എഫ് ഓഫ് ടി ക്യാൻ ബി റിട്ടേൺ ആസ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോമിൽ എങ്ങനെ എഴുതാം? ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ മൈനസ് യു ഓഫ് ടി മൈനസ് ബി എന്നുള്ള ഫോമിൽ എഴുതാം. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഈ ഫോമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ജി ഓഫ് ടിയുടെ സ്ഥാനത്താണ് ഇവിടെ ടി, എയുടെ സ്ഥാനത്താണ് 0, ബിയുടെ സ്ഥാനത്താണ് ഇവിടെ 1. അപ്പോൾ ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് ടിയെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് യു ഓഫ് ടി മൈനസ് 0 മൈനസ് യു ഓഫ് ടി മൈനസ് 1 എന്ന് എഴുതാം. അപ്പം നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു എങ്ങനെ എഴുതുന്നത്? യു ഓഫ് ടി മൈനസ് യു ഓഫ് ടി മൈനസ് 1 നമ്മൾ ആദ്യം എഴുതി വെക്കുവാണ്. അപ്പോൾ അതിന് നമുക്ക് 1 മാർക്ക് കിട്ടി. ഇനിയാണ് നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം, ലാപ്ലാസ് ട്രാൻസ്ഫോം രണ്ട് സൈഡും കൊടുക്കുന്നത്. സോ ലാപ്ലാസ് ട്രാൻസ്ഫോം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് വൈ ഡബിൾ ഡാഷ് പ്ലസ് 3 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് വൈ ഡാഷ് പ്ലസ് 2 ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് വൈ ഇസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു u of t minus u of t minus 1. Okay, that is equal to, നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എസ് സ്ക്വയർ ഇൻറ്റു ആദ്യത്തെ ബ്രാക്കറ്റാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് വൈ മൈനസ് എസ് ഇൻറ്റു വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് ഓഫ് 0 പ്ലസ് 3 ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷിൻ്റെ ഫോമിൽ എങ്ങനെയാണ്? എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് വൈ മൈനസ് വൈ ഓഫ് 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഈസ് ഈക്വൽ ടു, ഇയാളെ നമ്മൾ എന്ത് ചെയ്യാണ്? ലാപ്ലാസ് ട്രാൻസ്ഫോം കൊടുത്ത് എഴുതാൻ പോവാം. നേരത്തെ തന്നെ ഇവിടെ എസ് സ്ക്വയർ നമ്മൾ ഡിനോമിനേറ്ററിൽ എൽ സി എം എടുത്തിട്ട് ചെയ്തിരുന്നുവെങ്കിൽ, ഇവിടെ എൽ എടുത്തിരുന്നുവെങ്കിൽ ദ ഹോൾ ബൈ എസ് സ്ക്വയർ എന്ന് എഴുതാമായിരുന്നു. ആ സമയത്ത് ഇവിടെ മുകളിലൊരു മൈനസ് എസ് സ്ക്വയർ വരുമായിരുന്നു. അപ്പം അങ്ങനെ ഇട്ടിരുന്നെങ്കിൽ ഇവിടെയും ഒരു എസ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 വരുമ്പോഴേക്കും ഈ 1ഉം ഈ എസ് സ്ക്വയർ പ്ലസും എസ് സ്ക്വയറും ക്യാൻസലായി പോകുമായിരുന്നു. ഓക്കെ, ഓരോരുത്തർക്കായിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കുവാണ്. ആദ്യം 1 മൈനസ് എസ് ബൈ, ഇപ്പോൾ വൈ ഇസ് ഈക്വൽ ടു എന്ന് എടുക്കുമ്പം എൽ ഇൻവേഴ്സ് എന്ന് വരുന്നത് അല്ലേ. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ആദ്യത്തെ ആൾക്ക് എടുക്കുകയാണ്. അപ്പോൾ 1 മൈനസ് എസ് ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് സി ബൈ എസ് പ്ലസ് 2 ആണ്. അല്ല പുട്ട് എസ് ഇസ് ഈക്വൽ ടു -2 എന്ന് കൊടുക്കുവാണെങ്കിൽ
അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെയാണ് വരുന്നത്? ഇത് 1 മൈനസ് എസ് ഈക്വൽ ടു എ ഇൻറ്റു എസ് പ്ലസ് ബി ഇൻറ്റു എ ഇൻറ്റു എ എസ് ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് സി ഇൻറ്റു എസ് സ്ക്വയർ. ഓക്കെ, അടുത്തെന്താ നമുക്ക് എഴുതേണ്ടത്? പുട്ട് എസ് ഇസ് ഈക്വൽ ടു -2. എസിന് -2 കൊടുക്കുവാണെങ്കിൽ ഇവിടെ എങ്ങനെ വരും? എസിന് -2 കൊടുക്കുവാണെങ്കിൽ 1 മൈനസ് 2 ഓഫ് -2 എന്ന് പറയുമ്പോൾ 3 ഇസ് ഈക്വൽ ടു -2 വരുമ്പോൾ ഈ ടേം 0 ആവും, ഈ ടേം 0 ആവും. -2ൻ്റെ സ്ക്വയർ 4 ആണ്, അപ്പോൾ അത് 4c എന്ന് വരും. ഓർ സി ഇസ് ഈക്വൽ ടു 3/4 എന്ന് ഒരു ആൻസർ കിട്ടി. അടുത്ത കോയിഫിഷ്യൻ്റ് ഓഫ് എസ് സ്ക്വയർ ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ എൽ എച്ച് എസ് പാർട്ടിൽ എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ഇല്ലാത്ത കാരണം 0. എ എസ് ഇൻറ്റു എസ് എന്ന് പറയുന്നത് എ എസ് സ്ക്വയർ ആണ്, ദറ്റ് ഈസ് എ. ബി എസ് പ്ലസ് 2വിനകത്ത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാനൊന്നുമില്ല, പ്ലസ് സി എന്നാണ് വരുന്നത്. ഓർ എന്താ ഇവിടെ വരിക? എ ഇസ് ഈക്വൽ ടു മൈനസ് സി, സീനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഓർ എ ഇസ് ഈക്വൽ ടു -3/4. അപ്പോൾ എൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പുട്ട് എസ് ഇസ് ഈക്വൽ ടു 0 കൊടുത്ത് നോക്കാം. എസിന് 0 കൊടുക്കുവാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? 1 ഇസ് ഈക്വൽ ടു, ഇവിടെ എസിന് 0 കൊടുക്കുമ്പോൾ ഈ ടേം ഫുള്ളായിട്ട് പോകുന്നുണ്ട്, ഈ ടേമും ഫുള്ളായിട്ട് പോകുന്നുണ്ട്, 2b എന്നാണ് വരുന്നത്. ഓർ ബി ഇസ് ഈക്വൽ ടു 1/2 എന്ന് വരുന്നുണ്ട്. എല്ലാവരും കിട്ടിക്കഴിഞ്ഞില്ലേ? എ ബി സിൻ്റെ വാല്യൂ ആയി. therefore 1 മൈനസ് എസ് ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു എ ബൈ എസ്. എ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് -3/4/s. ബി എന്ന് പറയുന്നത് എന്തുമായിരുന്നു? +1/2/s സ്ക്വയർ. സി എന്ന് പറയുന്ന ആൾ +3/4 the whole by s plus 2. ഓക്കെ, അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എസ് ബൈ എസ് സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇസ് ഈക്വൽ ടു -3/4 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 1/2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ പ്ലസ് 3/4 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു -3/4 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s ഈസ് 1 plus 1/2 into L inverse of 1/s square is t plus 3/4 into s plus 2 വന്നിരിക്കുന്ന കാരണം e raised to -2t. L inverse of 1/s എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അപ്പോൾ ബാക്കി e raised to -2t into L inverse of 1/s എന്നായി മാറും. L inverse of 1/s 1 അല്ലേ? So this is equal to 1/s plus 2ൻ്റെ ആൻസർ എന്തുവാണ്? e raised to -2t. അപ്പോൾ ആ ആദ്യത്തെ ടേമിൻ്റെ ആൻസറായി എൽ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ടേമിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തുകൂടെ ഫൈൻഡ് ചെയ്യണം? എൽ ഇൻവേഴ്സ് ഓഫ് e raised to -s by L inverse of e raised to -s by s square into x plus 2 ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അതും ഇതേപോലെ തന്നെ a ബൈ എന്തുവാ നമുക്ക് എടുത്ത് എഴുതേണ്ടത്? 1/s സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 2നെ a ബൈ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് സി ബൈ എസ് പ്ലസ് 2. ഓക്കെ, that is 1 is equal to a into s square s plus b into a into s into s plus 2 ഉണ്ട്, ഞാൻ വിട്ടുപോയി, plus b into s plus 2 plus c into s square. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഓരോന്നിൻ്റെ നേരത്തെ ചെയ്തപോലെ തന്നെ പുട്ട് s is equal to -2. എസിന് -2 കൊടുക്കുമ്പോൾ ഫസ്റ്റ് രണ്ട് ടേമും പോവും. 1 is equal to 4c എന്ന് വരും. ഓർ c is equal to 1/4. അടുത്ത പുട്ട് എസ് ഇസ് ഈക്വൽ ടു കോയിഫിഷ്യൻ്റ് ഓഫ് എസ് സ്ക്വയർ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഇക്വേറ്റ് ചെയ്യുമ്പം 0 ഇസ് ഈക്വൽ ടു എ. ഇവിടെ s plus 2ൻ്റെ എസും ഇവിടുത്തെ എസും കൂടി ചേർത്ത് a പ്ലസ് സി എന്ന് വരുന്നുണ്ട്. അപ്പോൾ a ഈക്വൽ ടു -c ആണ്. ഓർ a ഇസ് ഈക്വൽ ടു -1/4. ഓക്കെ, അടുത്ത എന്താ? കോൺസ്റ്റൻറ്റ് പുട്ട് എസ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കാം. എസിന് 0 കൊടുക്കുമ്പം 1 ഇസ് ഈക്വൽ ടു ഈ ടേമും ലാസ്റ്റ് ടേമും പോയി 2b എന്നാണ് വരുന്നത്. ഓർ b ഇസ് ഈക്വൽ ടു 1/2 എന്ന് ആൻസർ കിട്ടി. എ ബി സി ആയില്ലേ? therefore 1/s സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് എങ്ങനെയായി മാറി? 1/4/s. അടുത്തോ a എന്ന് പറഞ്ഞാൽ -1/4 ആയിരുന്നല്ലേ? അപ്പോൾ -1/4/s പ്ലസ് 1/2/s സ്ക്വയർ. സി എന്ന് പറയുന്നത് പ്ലസ് 1/4/s പ്ലസ് 2. നമുക്കിവിടെ എന്തുണ്ടായിരുന്നു? e raised to -s by s സ്ക്വയർ ഇൻറ്റു s പ്ലസ് 2 ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. സോ ഇത് -1/4 ഇൻറ്റു e raised to -s by s പ്ലസ് 1/2 ഇൻറ്റു e raised to -s by s സ്ക്വയർ പ്ലസ് 1/4 ഇൻറ്റു e raised to -s by s പ്ലസ് 2 ആയി മാറി. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് e raised to -s by
s square into s plus 2 is equal to minus 1 by 4 into L inverse of e raised to minus s by s plus 1 by 2 into L inverse of e raised to minus s by s square plus 1 by 4 into L inverse of e raised to minus s by s plus 2 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി ഇതിൻ്റെ ആൻസറിലേക്ക് പോകുമ്പോൾ this is equal to നമുക്കറിയാം Laplace L inverse of e raised to minus as into capital F of s is equal to f of t minus a into u of t minus a. സോ അതനുസരിച്ച് ഈ പ്രോപ്പർട്ടി എങ്ങനെ വരും? മൈനസ് 1 by 4 into u of t minus 1 into ഇവിടെ ഉള്ള ബാക്കി എന്താ? L inverse of 1 by s. ഓക്കെ, plus 1 by 2 into u of t minus 1 into L inverse of 1 by s square plus 1 by 4 into u of t minus 1 into L inverse of 1 by s plus 2. Okay, that is equal to minus 1 by 4 into u of t minus 1. L inverse of 1 by s എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ൻ്റെ സ്ഥാനത്ത് നമുക്ക് t minus a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പ്ലസ് 1 by 2 into u of t minus 1 into L inverse of 1 by s square എന്തുവാണ്? t ആണ്. ടിയുടെ സ്ഥാനത്ത് t minus 1 എന്നുള്ള സ്ഥാനത്ത് രീതി വരണം. ഇൻറ്റു t minus 1 plus 1 by 4 into u of t minus 1 into L inverse of 1 by s plus a എന്ന് പറഞ്ഞാൽ എന്താ? e raised to minus a t ആ. e raised to minus a into ടിയുടെ സ്ഥാനത്ത് t minus 1. അപ്പോൾ അതിൻ്റെ ആൻസർ ആയില്ലേ? രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുത്താൽ എഴുതിയിരിക്കുന്നത്. therefore the solution y is equal to നമുക്ക് ഫസ്റ്റ് കിട്ടിയ ആൻസർ എന്തുവായിരുന്നു? ഈ ആൻസർ മൈനസ് 3 by 4 പ്ലസ് minus 3 by 4 plus t by 2 plus 3 by 4 t by 2 plus 3 by 4 into e raised to minus 2t. That is the answer. Minus 1 by 4 into u of t minus 1 plus 1 by 2 into u of t minus 1 into t minus 1 plus 1 by 4 into u of t minus 1 into e raised to minus a into t minus 1 എന്നുള്ള ഫോമിൽ ലാസ്റ്റ് ആൻസർ എടുത്ത് തരണം. ഓക്കെ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്, ബട്ട് 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ എക്സാമിന് രണ്ടും കൂടെ ചേർത്ത് നമ്മുടെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനും ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എസ് പ്ലസ് 2 ആയിരുന്നേ, അപ്പോൾ 2 ഇൻറ്റു ടി മൈനസ് 1 ആണ്. ഈ സ്ഥലത്തെല്ലാം 2 ഇൻറ്റു ടി മൈനസ് 1 ആണ് വരേണ്ടത്. ഓക്കെ, അതായത് 1 by s plus 2 എന്ന് പറയുമ്പോൾ e raised to minus 2t അല്ലേ? അപ്പോൾ മൈനസ് 2 ഇൻറ്റു ടിയുടെ സ്ഥാനത്ത് ഈ ടി മൈനസ് 1ഉം വരണം. അപ്പോൾ മൈനസ് 2 ഇൻറ്റു ടി മൈനസ് 1 അതിവിടെ എടുത്ത് എഴുതുകയും ചെയ്തു. നിങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അപ്ലൈ കൺവല്യൂഷൻ തിയറം ടു ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 by s square ഇൻറ്റു s square plus a square ആണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നത് 1 by s ഇൻറ്റു s square plus a square ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇയാളെ സ്പ്ലിറ്റ് ചെയ്യാം. 1 by s സ്ക്വയറിന് ഫോമുല അറിയാം, അപ്പോൾ കൺവല്യൂഷൻ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. L ഇൻവേഴ്സ് ഓഫ് 1 by s square ഇൻറ്റു s square plus a square സ്പ്ലിറ്റ് ചെയ്ത് L ഇൻവേഴ്സ് ഓഫ് 1 by s square ഇൻറ്റുവിന് വരെ എന്താ സിമ്പിൾ ഇടേണ്ട? സ്റ്റാർ L ഇൻവേഴ്സ് ഓഫ് 1 by s square plus a square. അതിൽ L ഇൻവേഴ്സ് ഓഫ് 1 by s square എന്ന് പറഞ്ഞാൽ എന്താ? t ആണ്. L ഇൻവേഴ്സ് ഓഫ് 1 by s square plus a square എന്ന് പറഞ്ഞാൽ sin a t by a. അപ്പോൾ ഇത് എഫ് സ്റ്റാർ ജി ഫോമുലായി. എഫ് സ്റ്റാർ ജി വന്ന ഫോമുല ഇൻ്റഗ്രൽ 0 to t f of u ഇൻറ്റു g of t minus u du. നമുക്ക് ഇഷ്ടമുള്ള ആളാണ് നമ്മൾ u എന്നും മറ്റേ ആൾക്ക് t minus u കൊടുക്കാൻ പോവുക. ഞാനിവിടെ sin a t by a-നെയാണ് എഫ് എന്ന് വിളിക്കുന്നതും ടീനെയാണ് ജി എന്ന് വിളിക്കുന്നത്. കാരണം ടിക്ക് ടി മൈനസ് യു കൊടുത്താൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ sin a t by a-ൽ ടിയുടെ സ്ഥാനത്ത് യുവും കൊടുത്തു, ഈ ടിയുടെ സ്ഥാനത്ത് ഞാൻ ടി മൈനസ് യു എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനും കൊടുത്തു. ഇനി 1 by a-നെ പുറത്ത് നിർത്തി ടി മൈനസ് യുവിനെ ഫസ്റ്റ് ടേം ആയിട്ട് എഴുതി ഇൻറ്റു sin a u du എന്ന് എഴുതി. ഇനി നമ്മൾ ബെർണോളിസ് ഫോമിൽ യൂസ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. ബെർണോളിസ് ഫോമിൽ എന്തുവാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതുക, രണ്ടാമത്തെ ആളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, മൈനസ് ഓഫ് ആദ്യത്തെ ആളെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, രണ്ടാമത്തെ ആളെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം ഇനി അടുത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ -1 ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0, അതുകൊണ്ടാണ് ഈ ടേം അങ്ങ് തീർന്നത്. അപ്പോൾ sin a-ൻ്റെ ഇൻ്റഗ്രലാണ് മൈനസ് കോസ് a u ബൈ a എന്ന് എഴുതിയിരിക്കുന്നത്. മൈനസ് ടി മൈനസ് യുവിൽ മൈനസ് യുവിൻ്റെ ഡെറിവേറ്റീവ് ആണ് -1 ഇൻറ്റു മൈനസ് കോസ് a u ബൈ a-യുടെ ഇൻ്റഗ്രൽ -1 ബൈ അവിടെ കോൺസ്റ്റൻ്റ് ആണ്. കോസ് a u-ൻ്റെ ഇൻ്റഗ്രൽ sin a u ബൈ a-യും ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന a-യും കൂടി ചേർന്നാണ് അത് a സ്ക്വയർ ആയത്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണ്. ഇൻ്റഗ്രൽ 0 ലിമിറ്റ് ഈസ് ഫ്രം 0 to t. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് വരണേ? 1 by a ഇൻറ്റു അപ്പർ ലിമിറ്റ് ടി വരുമ്പോൾ ടി മൈനസ് ടി ഇത് എന്താവുകയാണ്? 0. സോ ഫസ്റ്റ് ടേം 0 ആവുകയാണ്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് സൈൻ എ ടി ബൈ എ സ്ക്വയർ. അപ്പർ ലിമിറ്റ് കഴിഞ്ഞ് മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ യുവിൻ്റെ സ്ഥാനത്ത് 0 വരുമ്പം ടി വരുന്നുണ്ട്. സോ മൈനസ് ടി ഇൻറ്റു
കോസ് 0 1 ആണ്. സോ മൈനസ് ടി ബൈ എ എന്ന് വരും. ഇനി മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് സൈൻ 0 ഈസ് 0. സോ ആ ടേം അങ്ങ് പോയി. സോ ദിസ് ഈസ് ഈക്വൽ ടു ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1/a ഇൻറ്റു നമുക്ക് മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരുന്നുണ്ട് ടി ബൈ എനെ ഞാൻ ആദ്യം എഴുതി മൈനസ് സൈൻ (a(t)/a². നമുക്ക് എല്ലാം കൂടി എ കൂടെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്ററിനെ a³ ആക്കാം. കാരണം ഇവിടെ ഒരു a² വരും, ഇവിടെ ഒരു a³ വരും. അതാണ് ഞാൻ a³ ഇട്ടത്. ഇവിടെ a³ വരുമ്പോൾ ഇവിടെ a² ഉള്ളൂ. സോ at മൈനസ് സൈൻ (a)t ദ ഹോൾ ബൈ a³ എന്നാണ് ആൻസർ. ഈ സ്റ്റെപ്പ് എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ വെച്ച് നിർത്തിയാലും ഫുൾ മാർക്കാണ്. ഞാനൊരു ഭംഗിക്ക് അറേഞ്ച് ചെയ്തേ ഉള്ളൂ, നിങ്ങൾ അത്രയ്ക്കുള്ള എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. കൺവല്യൂഷൻ ഒത്തിരി ഈസിയാണ് ചെയ്യാനായിട്ട്. നമ്മൾ ഒട്ടും മുന്നേ ചെയ്ത പ്രോബ്ലം വെച്ച് നോക്കുമ്പോൾ കൺവല്യൂഷൻ ഒത്തിരി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കൺവല്യൂഷൻ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത്. ഉറപ്പായിട്ട് കൺവല്യൂഷൻ നല്ലോണം പഠിച്ചിട്ട് പോകണം. അതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫുൾ ആൻസറിൽ എത്താൻ പറ്റിയില്ലെങ്കിലും എക്സ്പാൻഡ് ചെയ്യാനും ഇൻവേഴ്സിൻ്റെ ഫോമുല വരെയെങ്കിലും എത്താൻ നിങ്ങൾക്ക് പറ്റണം. എൽ ഇൻവേഴ്സ് ഓഫ് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തെങ്കിലും എഴുതുമ്പോൾ ഒരു 3 മാർക്കെങ്കിലും അവിടെ കിട്ടും. ആ 3 മാർക്കെങ്കിലും ഉറപ്പിക്കണം. ബാക്കി ചെയ്ത് വരുമ്പോൾ തെറ്റിപ്പോകുന്നെങ്കിൽ സ്റ്റെപ്പ് മാർക്ക് വയ്ക്കോട്ടെ. ബാക്കി നമുക്ക് 7 മാർക്കിൽ ഒരു 3 മാർക്ക് ഷുവറായിട്ട് കിട്ടുക എന്നുള്ള രീതിയിൽ വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്.